വകുപ്പ് വിഭജനത്തിൽ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. AP അനിൽകുമാറിന് റവന്യൂ വകുപ്പ് എന്ന സൂചന, സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പ് നൽകും. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, തുടക്കം മുതൽ തന്നെ കേട്ടത് സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ അതങ്ങനെയല്ല എന്നത് ഔദ്യോഗികമായി പറയാമോ? അനുജ, മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് അടിക്കടി ട്വിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ട്വിസ്റ്റാണ് ഈ അനിൽകുമാറിൻ്റെയും സണ്ണി ജോസഫിൻ്റെയും വകുപ്പുകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ കേട്ടതാണ് ആ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പായിരിക്കുമെന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളുമായി സണ്ണി ജോസഫ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു മാറ്റം വന്നിരിക്കുന്നത്. മന്ത്രിസഭയിലെ ഏറ്റവും സീനിയറായ മന്ത്രിമാരിൽ ഒരാളാണ് AP അനിൽകുമാർ. അനിൽകുമാറിന് അർഹമായ വകുപ്പ് ലഭിച്ചിട്ടില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. മാത്രമല്ല, കേരളത്തിൽ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന പക്ഷത്തെ ഒന്നാമനാണ് AP അനിൽകുമാർ. ഇത് 3ാം തവണയാണ് മന്ത്രിയാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, ഒരു പോർട്ട്ഫോളിയോ നൽകണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിനെ റവന്യൂ വകുപ്പിലേക്ക് മാറ്റി പരിഗണിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ റവന്യൂ വകുപ്പ് അനിൽകുമാറിലേക്ക് പോകുമ്പോൾ പകരം അദ്ദേഹത്തിന് നീക്കിവെച്ചിരുന്ന വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കേണ്ട സ്ഥിതിയിലാണ് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്. എന്തായാലും വിജ്ഞാപനം ഇറങ്ങുന്നതോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം AP അനിൽകുമാറിന് റവന്യൂ ആണ്. നേരത്തെ അദ്ദേഹത്തിന് നീക്കിവെച്ചിരുന്നത് വൈദ്യുതിയും സ്പോർട്സും പാർലമെന്ററി കാര്യവുമായിരുന്നു. എന്നാൽ ഈ വകുപ്പുകളിൽ അത് താരതമ്യേന ചെറിയ വകുപ്പുകളാണ്. വൈദ്യുതി വകുപ്പാണെങ്കിൽ തന്നെ വൈദ്യുതി മന്ത്രി ഉണ്ടെങ്കിലും ബോർഡാണ് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങളടക്കം എടുക്കുന്നത്. അപ്പോൾ മന്ത്രിക്ക് കാര്യമായ ഒരു പങ്ക് വഹിക്കാനില്ലാത്ത വകുപ്പാണ്. ഒരു ഡയറക്റ്റീവ് ഫോഴ്സായി മാത്രം നിൽക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് ആ വകുപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായൊരു മാറ്റത്തിനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ വകുപ്പ് വിഭജനം അന്തിമമാക്കുമ്പോൾ അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അതിനിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിഷറീസ് ലീഗിന് തന്നെ എന്നത്, അതും സ്ഥിരീകരിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാറായോ ശ്രീജിത്ത്? ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് വിട്ടുകൊടുക്കുമ്പോൾ അത് റോജി M. ജോൺ ആണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് പകരമായി പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ ആയ ഫിഷറീസ് തങ്ങൾക്ക് വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായും ഉള്ള വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ് വകുപ്പ് വിഭജനം. മുഖ്യമന്ത്രി വകുപ്പ് വിഭജനം നടത്തി ഗവർണർക്ക് കൈമാറി, ഗവർണർ ആ വകുപ്പ് വിഭജനം അംഗീകരിച്ച് ചീഫ് സെക്രട്ടറിക്ക് പ്രത്യേക ദൂതൻ വഴി ഫയൽ അയക്കും. ആ ഫയലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരമുള്ള വിജ്ഞാപനം പുറത്തിറക്കേണ്ടത്. ആ വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം നമുക്ക് പറയാൻ കഴിയുക. അതുവരെ എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രിയിൽ വെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ക്യാബിനറ്റ് പ്രിൻസിപ്പിൾ. ആ ക്യാബിനറ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇപ്പോൾ എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രിയിൽ വെസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം വിഭജിച്ചു കൊടുത്തനുസരിച്ചുള്ള തീരുമാനം വരണമെങ്കിൽ ഇനി വിജ്ഞാപനം ഇറങ്ങണം. ഇതിൽ നേരത്തെ ശ്രീജിത്ത്, നമ്മൾ ഈ K. മുരളീധരൻ ആണ് ആദ്യം വൈദ്യുതി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് വന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്, അതുകൊണ്ട് ആരോഗ്യമെന്ന് തുടക്കത്തിൽ പറഞ്ഞു കേട്ടതിലേക്ക് അദ്ദേഹം പോകുന്നു. പക്ഷേ അവിടെ ദേവസ്വം ഉണ്ടായിരുന്നു. ദേവസ്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ വകുപ്പിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കും എന്നൊക്കെ പറയുകയും പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്തതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഉൾപ്പെട്ടൊക്കെ അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ദേവസ്വം കൈവിട്ടു പോകുന്നു എന്നുള്ളതും വാർത്തയാണ്. ദേവസ്വം വകുപ്പും അനിൽകുമാറിന് പോയേക്കും എന്നുള്ള വിവരങ്ങളുണ്ട്. എന്നാൽ അതുമായി ഇപ്പോൾ ഈ റവന്യൂ അനിൽകുമാറിലേക്ക് വരുമ്പോൾ ദേവസ്വം കൂടി അദ്ദേഹത്തിന് നൽകുമോ എന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. കാരണം ഇക്കാര്യത്തിൽ തീരുമാനമായി മുഖ്യമന്ത്രി വകുപ്പ് വിഭജനം നടത്തി ഗവർണർക്ക് കൈമാറി. അത് പൂർണ്ണമായും ശരിയാണ്, അത് വസ്തുതയാണ്. എന്നാൽ ആ പട്ടികയിൽ ആർക്കൊക്കെ എന്തൊക്കെ വീതമെപ്പുകളാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണ വ്യക്തത വരണമെങ്കിൽ വിജ്ഞാപനം ഇറങ്ങണം. അതുവരെ നമുക്ക് ഇത് പൂർണ്ണമായും സ്ഥിരീകരിച്ചൊരു വിവരമായി പറയാൻ കഴിയില്ല. മാത്രമല്ല, മന്ത്രിമാർ ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭരണ നടപടികളിലേക്ക് കടന്നതും ഉചിതമായിട്ടില്ല. കാരണം അങ്ങനെ ഭരണഘടനാ പ്രകാരം വകുപ്പ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇറങ്ങുമ്പോൾ മാത്രമേ ആ വകുപ്പിലേക്ക് മന്ത്രി നിയമിതനാകുന്നുള്ളൂ. സാങ്കേതികമായി അതാണ് ശരി. എന്നാൽ ഘടകകക്ഷി മന്ത്രിമാർക്കും അല്ലെങ്കിൽ മന്ത്രിസഭയിലെ പ്രധാനികളായ രമേശ് ചെന്നിത്തല പോലുള്ളവർക്കൊക്കെ തങ്ങൾക്ക് ലഭിക്കുന്ന വകുപ്പിൻ്റെ കാര്യത്തിൽ 100% വ്യക്തതയുണ്ട്, ഉറപ്പുണ്ട്. അതിൽ മാറ്റം വരാൻ സാധ്യതയുമില്ല. അവരൊക്കെ നടപടികൾ തുടങ്ങിയതിനെ ഒരു പരിധിവരെ ന്യായീകരിക്കാം. എന്നാൽ മറ്റുള്ളവർ ആ തരത്തിലുള്ള ഒരു ഭരണ നടപടികളിലേക്ക് പോയത് ഉചിതമെന്ന് പറയാൻ കഴിയില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു മെച്യൂരിറ്റി കുറവ് എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയാണ് അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്നത്.
അതാണ് ഇപ്പോൾ വകുപ്പ് വിഭജനത്തിൽ വീണ്ടും മാറ്റമറിച്ചിലുകൾ ഉണ്ടാകുന്നു എന്നതാണ്. AP അനിൽകുമാറിന് റവന്യൂ വകുപ്പ് നൽകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. അദ്ദേഹം ഒരു മുതിർന്ന അംഗം കൂടിയാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പ് നൽകാനുള്ള സാധ്യത എന്ന തരത്തിലേക്കൊക്കെ ഏറ്റവും പുതിയ വാർത്ത 24 പുറത്തുവിടുകയാണ്. ഫിഷറീസ് ലീഗിന്, ഗ്രാമവികസനവും ലീഗിന് തന്നെ എന്നതാണ്. അങ്ങനെയെങ്കിൽ ഫിഷറീസ് മന്ത്രി ആരാകും എന്ന ചോദ്യമുണ്ട്. അബ്ദുൽ ഗഫൂറിന്റെ പേരൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. മറ്റൊന്ന്, ലത്തീൻ സഭയുടെ വലിയ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങിയില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അങ്ങനെ വഴങ്ങേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നതും നേരത്തെ വാർത്തയായി നമ്മൾ നൽകിയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.